കുടിക്കാൻ പൈപ്പിലും വെള്ളമില്ല, കുറെ കെറ്റിലും വെള്ളമില്ല. ഹലോ, എൻ്റെ ഒരു കുറച്ച് വിവാദമായിട്ടുള്ള വീഡിയോകൾ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുക. നീ ഒന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി കിട്ടാൻ കാത്തിരിക്കായിരുന്നടാ. കുറെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഈ അക്കൗണ്ട് എനിക്ക് കിട്ടിയത് കുറച്ച് ടൈമുകളായിട്ടേ ഉള്ളൂ. എന്നിട്ട് എന്തുകൊണ്ട് അയാൾ ഇത് എന്നോട് പറഞ്ഞില്ല? എനിക്ക് എന്റെ അക്കൗണ്ട് ഹാക്കായി പോയേക്കുമായിരുന്നു. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. ഹാക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല ഇതെങ്ങനെയാണെന്ന്. എനിക്ക് ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല, എന്റെ ഫോണിൽ നിന്ന് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ ന്യൂസ് കിട്ടിയത് എന്റെ ഫ്രണ്ട്സ് കുറെ പേര് എനിക്ക് മെസ്സേജ് ചെയ്തിട്ട് ഇങ്ങനെയാണ്, പിന്നെ കൺഗ്രാജുലേഷൻ അന്നേരം കാര്യങ്ങൾ തിരക്കിയപ്പോഴാണ് എനിക്ക് ലിങ്ക് ഇട്ട് തന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതിന്റെ ഡീറ്റെയിൽസ് എടുത്തത്. എന്നിട്ട് ഇത് ചെയ്ത ആരായാലും അത് ഞാൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. അവരാരാണെന്നുള്ളത് അതിന് തക്കതായ ശിക്ഷ ഞാൻ മേടിച്ചു കൊടുത്തിരിക്കും. ഇനി ഈ ഫൂളിഷ് ലൈസ് ഒക്കെ എല്ലാവരും വിശ്വസിക്കുന്നു വിചാരിച്ചിട്ടാ? സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നുണേ പറയൂ. നീ ഇത്രല്ലേ കണ്ടോളൂ, അങ്ങോട്ട് നോക്കിയേ. ഇതാണ് സജിന ഇട്ടിരിക്കുന്ന റീല് ആൻഡ് സ്റ്റോറി. രണ്ടു ഇട്ടിട്ടുണ്ട് കേട്ടോ. റസൂൽ പൂക്കുറ്റിയുടെ കൂടെ ഇരിക്കുന്ന ഒരു പടം. പൂക്കുറ്റി അടിച്ച് കിണ്ടിയാണ് ഇട്ടിരിക്കുകയാണോ അതുപോലൊക്കെ ഉണ്ടല്ലോ കണ്ണ്. മലയാളികളെ ഇങ്ങനെ ഊഹിക്കാൻ നോക്കല്ലേ, പാവങ്ങളെ ചിലപ്പം വിശ്വസിക്കും. എനിക്കിത് കാണുമ്പോൾ തോന്നുന്നത് ഇവര് തന്നെ ഈ പോസ്റ്റ് ഇട്ടതാണെന്നാണ്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഈ സ്റ്റോറിയും റീലും ഇവര് തന്നെ അപ്ലോഡ് ചെയ്തതാണ്. പ്രഥമ ദൃഷ്ടിയിൽ കോമൺ സെൻസ് വെച്ച് ആലോചിക്കുന്ന ഒരു മനുഷ്യന് അങ്ങനെ തോന്നത്തുള്ളൂ. സത്യമാണ് സാർ, സത്യം. എന്നെ വിശ്വസിക്കണം. പറയാനുള്ള റീസൺ അതിനകത്ത് ഇട്ടേക്കുന്ന ഫോട്ടോ നിങ്ങൾ കണ്ടോ? ഇതാണ് ഈ ഫോട്ടോ. എവിടെങ്കിലും ആരെങ്കിലും ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ എവിടെങ്കിലും യൂട്യൂബിലോ ഇങ്ങനെ ഒരു ഫോട്ടോ നിങ്ങൾ എവിടെങ്കിലും പബ്ലിക് ഡൊമൈനിൽ കണ്ടിട്ടുണ്ടോ? എന്താ ഉറക്കം വരുന്നു. ഇത് നിങ്ങളുടെ പേഴ്സണൽ ഫോട്ടോ ആണ്. പേഴ്സണൽ ഫോട്ടോ എങ്ങനെയാണ് ഹാക്കറിന്റെ കിട്ടുന്നത്? അത് ശരി, അത് ശരിയാണല്ലേ? അല്ല, തെറ്റാണ്. ഹാക്കർ ഫോൺ ഹാക്ക് ചെയ്തുകൊണ്ട് പോയാ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ആ ഒരു സ്ത്രീയുടെ പിക്ക് നിങ്ങളുടെ നല്ല നിങ്ങൾ പറയരുത്. ഫോണും പിടിച്ചോണ്ട് ഒരു മിറർ സെൽഫിയാണ് ആ കാണുന്ന, ഒരു മിറർ സെൽഫിയാണ്. ഓക്കെ, ഈ കേസ് നിങ്ങൾ കണ്ടല്ലോ, ഫോണിന്റെ കേസ് കണ്ടു. ഇതെല്ലാം ഓർത്തു വെച്ചോ. കൈ കിടക്കുന്ന മോതിരം നിങ്ങൾ ഓർത്തു വെച്ചോ. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. ഇനി നീ എങ്ങാനും ഇതെല്ലാം സജിനയുടെയാണ്. സജിന യൂസ് ചെയ്യുന്നത് ഇതേ കേസാണ്. സജിനയുടെ കൈ കിടക്കുന്ന മോതിരവും സെയിം തന്നെ സാധനം തന്നെയാണ്. സജിന ഇട്ട പോസ്റ്റ് ആണ്. നാണ്ടേ ഇതേ മോതിരം തന്നെയാണ് മറ്റേനകത്തും കിടക്കുന്നത്. കണ്ടല്ലോ, സംശയം ഉണ്ടെന്നൂടെ കാണിച്ചുതരാം. സെയിം മോതിരം തന്നെ, ആ കല്ല് വെച്ചത് സജിനയുടെ കൈയാണത്. തൂക്കിയല്ലോ നാദാ, തട്ടിപ്പാണല്ലേ. ഇനി ഈ കേസ് കാണിച്ചു തരാം. സജിനയുടെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തേക്കുന്ന വീഡിയോ ആണ്. ഇതിനകത്ത് കണ്ടേ കയ്യിരിക്കുന്ന കേസ് ഐഫോണിന്റെ കണ്ടല്ലോ. സെയിം ഫോണ് സെയിം കേസ്. ഈശ്വര, ഞാൻ ഇനി എവിടെ പോയി വിളിക്കും? എന്റെ നെഞ്ചത്താണ് വിളിക്കുന്നത്. സെയിം ഫോണ്. ഇനി ഇതെല്ലാം കണ്ടിട്ട് ആ മോതിരവും കണ്ട കൈ കിടപ്പുണ്ട്. ഇത് കണ്ടിട്ട് പിന്നെ പറയല് ഇത് സജിന അല്ല എന്ന്. ഇത്രയും കാര്യത്തിൽ നിന്ന് വളരെ വ്യക്തമാണ് ഇത് താങ്കളാണെന്ന്. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? നീ ഒന്നും ചെയ്യണ്ട, ചെയ്തു. ഇതാ ഞങ്ങളുടെ പ്ലാൻ. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി. ചീറ്റി പണ്ടാറൊടുക്കി പോയി. പക്ഷെ ഞാൻ വരട്ടെ. എങ്ങോട്ട്? അല്ല, ഞാൻ പോട്ടെ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പൊന്നു മോനെ.